ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് വന്നിട്ടുണ്ട് ഗെയിം പ്ലേ വീഡിയോ കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോണ ഗെയിമിൻ്റെ പേരാണ് ട്രക്ക് മാസ്റ്റേഴ്സ് ഇന്ത്യ. അപ്പോൾ ഗൈസ്, ഈ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലുള്ള സ്ഥലങ്ങളിലും പിന്നെ കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ ഓടാൻ പറ്റുന്ന ഒരു ഗെയിമാട്ടോ. ട്രക്കും കൊണ്ട് നമ്മൾ ഓടണം, അതാണ് ഇതിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ. നമ്മൾ ഇതിലൊരു കമ്പനി നടത്തിയിട്ട് ആ കമ്പനിയിൽ കുറേ വർക്കേഴ്സും കുറേ ലോറിയും കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മൾ അങ്ങനെ ജീവിച്ച് പോകണതാട്ടോ ഈ ഗെയിമിൻ്റെ ഒരു ബേസ് പറയുകയാണെങ്കിൽ. അപ്പോൾ ഈ ഗെയിം കളിക്കാൻ താല്പര്യമുള്ളവർ കമന്റ് ബോക്സിൽ ഞാൻ ഈ ഗെയിമിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഡൗൺലോഡ് ചെയ്യുക, ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുക. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇങ്ങനെയായിട്ട് നമ്മുടെ ഗെയിം തുടങ്ങുമ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇന്റർവ്യൂസ് കാണിക്കും. അതൊക്കെ ആയിട്ട് നമ്മുടെ വണ്ടികൾ ഇതൊക്കെ ഇനി മേടിക്കാനുള്ളതാട്ടോ. അതാ ചെകുത്താനൊക്കെ എഴുതിയ വണ്ടീൻ്റെ കേട്ടോ. പിന്നെ ഈ വണ്ടിക്ക് ഈ നീല കാണുന്നതൊക്കെ നമ്മൾ മേടിച്ചതാട്ടോ. കണ്ടോ, അതിൻ്റെ അടിയിൽ ഒന്ന് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഞാൻ പറഞ്ഞ കമ്പനിയുടെ പേര് എവർഗ്രീൻ സൊല്യൂഷൻ എന്നാട്ടോ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ തൊഴിലാളികൾ മൊത്തം 6 തൊഴിലാളികളെ ഹയർ ചെയ്യാട്ടോ. ഞാൻ ഇപ്പോൾ 2 ചെയ്തിട്ടുള്ളൂ. 3ാമത്തേന് ചെയ്യണമെങ്കിൽ ഡയമണ്ട് വേണം കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ മാപ്പിൽ കാണാൻ നീല കളറൊക്കെ നമ്മൾ പെർമിറ്റ് എടുത്ത സ്ഥലങ്ങളാട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അനന്യ എന്ന് പറഞ്ഞൊരു തൊഴിലാളിയെ നമ്മൾ പണിക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ, ലോഡ് കൊണ്ട് പോകാനായിട്ട്. അപ്പോൾ രണ്ടാമത്തെ അരുണ് പറഞ്ഞ ഒരാളുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ആളിനെ കൂടിയിട്ട് വിടണം, എന്നാലും നമുക്ക് കുറച്ച് പൈസ ആവുള്ളൂ കേട്ടോ. സാളം വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു ഓട്ടം എടുക്കണം കേട്ടോ. എന്ന് നോക്കിയപ്പോൾ ഇവിടെ ചെറിയൊരു ഓട്ടം കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഡ്രൈവ് കൊടുക്കാം. ഇതാ ലോഡിങ്ങും കാര്യങ്ങളൊക്കെ ആവണം കേട്ടോ. അപ്പോൾ ലോഡിങ് ആവണവരെ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ലോഡിങ് ആയിട്ട് 50% ലോഡിങ്. അതാ 100 അപ്പോൾ ഇതാട്ടോ അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ എൻജിൻ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ വണ്ടി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാക്കിട്ടോ. നമ്മൾ സൗണ്ട് കുറച്ച് കൂട്ടട്ടോ കേട്ടോ. അപ്പോൾ നമ്മളിതാ വണ്ടി സ്റ്റാർട്ടാക്കി നമ്മൾ ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ. എന്തായാലും ഇവിടുന്ന് കുറച്ച് ദൂരം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിത് ഡെലിവറി ചെയ്യേണ്ട സ്ഥലത്തേക്ക്, അത് കാരണം കുറച്ച് നേരം വണ്ടി ഓടിക്കിട്ട് വരുന്നതാണ് എനിക്ക് തോന്നാം കേട്ടോ. ഇതാ മാപ്പിൽ കാണുന്നു ഇവിടുന്ന് റൈറ്റിലേക്കായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ നേരെ റൈറ്റും കാര്യങ്ങളൊക്കെ എടുക്കുക കേട്ടോ. നമ്മൾ ഇൻഡിക്കേറ്ററൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, നമ്മളത് മറന്നുപോയി, സത്യം പറഞ്ഞാൽ. പിന്നെ അത് അവിടുന്ന് നേരെ ഒരു ബസ് വരുന്നത്. നമ്മൾ ഹോണൊക്കെ അടിച്ചു, പക്ഷെ എന്താ ബസ്സുകാരെ നിർത്തിയില്ല, ആള് വിട്ടടിച്ച് പോയിരുന്നു കേട്ടോ. പിന്നെ ഇടിക്കേണ്ട വെച്ചിട്ട് നമ്മൾ ബ്രേക്ക് ചവിട്ടി. പിന്നെ അത് ആ വളവ് അങ്ങനെ എടുത്തു. നമ്മൾ ഹോണും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ഓരോ വണ്ടിക്കും ഓരോ ഹോണാട്ടോ നമ്മൾ സെറ്റാക്കിയിരിക്കണ്. അപ്പോൾ നമ്മളിത് അങ്ങനെ പോകട്ടത്തിൽ കൂടുതൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കേട്ടോ. നമ്മൾ ഹോണൊക്കെ അടിച്ച് സെറ്റായിട്ടാണ് നമ്മൾ പോണത്. ഓണൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അങ്ങനെ പോവാം കേട്ടോ. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഹാരത്തിൻ്റെ ഇത് കണ്ടോ, സൈഡിൽ കിലോമീറ്ററിൻ്റെ അവിടെ അതൊക്കെ കുറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആഹാരമൊക്കെ കഴിക്കേണ്ടതൊക്കെ വരും കേട്ടോ. അത് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ വണ്ടി ചെറുതായിരുന്നു ഇതായി പോയിട്ടോ. വണ്ടിയുടെ ഫ്രണ്ടിലുണ്ട് ഒരു മയിലും ചെറിയൊരു പുലിക്കുട്ടിയും പിന്നെ ഇന്ത്യയുടെ കൊടിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ റൈറ്റ് സൈഡിൽ സ്പീഡിൻ്റെ അവിടെ അതാണ് നമുക്ക് ഉറക്കത്തിൻ്റെ അത് കേട്ടോ. ഉറക്കത്തിൻ്റെ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ആ മഞ്ഞ കളറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങണം കേട്ടോ. ഈ ഓട്ടത്തിൽ ഉറങ്ങില്ല, എന്തായാലും ഈ ഓട്ടത്തിൽ ഉറങ്ങിയാൽ ശരിയാവില്ല. അപ്പോൾ എണ്ണയും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കേട്ടോ, കുറച്ചേ ഉള്ളൂ എണ്ണ. എന്നാലും കുഴപ്പമില്ല, ഇത് വെച്ചിട്ട് അങ്ങോട്ട് എത്താനുള്ളത് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് എടുത്തത് സേലത്ത് നിന്ന് കേട്ടോ. നമ്മുടെ ലോഡ് എടുത്തത് ഇത് കൊണ്ടുപോയി കൊടുക്കേണ്ടത് വെച്ചാൽ മൂന്നാറാട്ടോ കൊണ്ടുപോയി കൊടുക്കേണ്ടത്. അപ്പോൾ ആ മാപ്പിൻ്റെ അവിടെ ഇൻഫോ എന്നുള്ളത് തൊട്ട് കഴിഞ്ഞാൽ അത് കാണാം നമുക്ക്. അത് നമ്മളെന്തായാലും ഇനിയിപ്പോൾ മൂന്നാർക്കാണ് പോകണത്. കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. ഇതല്ലേ ലെഫ്റ്റ് സൈഡിൽ ഇതൊരു പെട്രോൾ പമ്പ്, ഒരു വണ്ടി അവിടെ പെട്രോൾ അടിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ. ഒരു ബസ് ഇറങ്ങി വരും, നമ്മൾ ഓണടിച്ച് ബസ്സുകാരൻ ആ അപ്പുറത്തെ സൈഡ് കൂടെ ആയി കാരണം നമുക്കൊന്നും പറ്റിയില്ല കേട്ടോ. നമ്മളിതാ വെൽക്കം ടു മൂന്നാർ എന്നൊക്കെ ഇത് കാണിച്ച് നമ്മൾ മൂന്നാർ എത്തിയിട്ടോ. നമ്മൾ വിചാരിച്ച അത്ര ദൂരമൊന്നും ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മളിതാ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഉണ്ട്, ആ വണ്ടി എടുക്കുമ്പോഴത്തേനും എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇനി വേറെ വഴി കിട്ടും. കേട്ടോ, ആ വണ്ടി ഇടിച്ചാൽ നമുക്ക് 20 റുപ്യ അവർക്ക് ഇത് കൊടുക്കേണ്ടി വരും, കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. നമ്മളിതാ നമ്മുടെ മൂന്നാർ ഡെലിവറി ചെയ്യേണ്ട സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ വണ്ടി ഇതിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്തു. അപ്പോൾ എന്തായാലും നമ്മൾ സാധനങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ ഡെലിവറി ആക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എന്താ ജോബ് കംപ്ലീറ്റഡ് എന്ന് വന്നിട്ട് ഗുഡ് കേട്ടോ നമ്മൾ. ഇപ്പോൾ നമ്മൾ എക്സ്പെൻസ് ഉറങ്ങിയിട്ട് എണ്ണ അടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, അതന്നെ എക്സ്പെൻസ് വരില്ല. പിന്നെ പെനാൽറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വണ്ടി ഇടിച്ച് 20 റുപ്യ കൊടുത്തില്ല അതാട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമുക്ക് 79-20 റുപ്യ കിട്ടിട്ടോ, 7920. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് ഇനി നമ്മുടെ ഗാരേജിലേക്ക് പോയി നോക്കണം. നമ്മൾ പണിക്ക് 2 പേരെ വിട്ടിട്ടുണ്ടായിരുന്നു, അവരെത്തിയോ നോക്കണം കേട്ടോ. ഈ ഗെയിമിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ലോഡിങ് കുറേ നേരം ഉണ്ട് കേട്ടോ, അതാണ് വേറെ പ്രശ്നം, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല.
അപ്പോൾ ഇതൊക്കെ ലോഡിങ് കഴിഞ്ഞിട്ടോ. അപ്പോൾ നമ്മളിതാ ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എടുത്തോട്ടെ. ഈ ശരി കാണുന്നതൊക്കെ നമ്മൾ എടുത്തതാണ്. അപ്പോൾ നമുക്ക് സ്പിന്നും കാര്യങ്ങൾ വന്നിട്ട് നമുക്കൊന്ന് സ്പിന്നാക്കി നോക്കട്ടെ, എന്തെങ്കിലും കിട്ടിയാലോ. പൈസ കിട്ടിയില്ല, നമുക്ക് ആ ഡയമണ്ടാണ് അടുത്ത ഡ്രൈവറെ ഹയർ ചെയ്യാൻ ഡയമണ്ട് വേണ്ട. അപ്പോൾ നമ്മൾ അതാണ് മെയിനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ സ്പിന്ന് 500 റുപ്യേൻ്റെ കിട്ടി. ഞാൻ എപ്പോൾ സ്പിൻ ചെയ്താലും എനിക്ക് പൈസ തന്നെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പൈസയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ഈ നീല ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ വിട്ട ആൾക്കാർ അനന്യക്ക് നല്ല ദൂരം ഉണ്ട് തോന്നുന്നു. അരുണെന്ന് പറഞ്ഞാൽ ആളവിടെ ഏകദേശം എത്ര ആയിട്ട് തന്നെ 1 മിനിറ്റിനുള്ള ആളവിടെ എത്തുന്നതാണ് മാപ്പ് പറയാൻ കേട്ടോ. അപ്പോൾ ഈ കാണുന്നവിടൊക്കെ ഈ തമിഴ്നാട്, കർണാടക, കേരള, മഹാരാഷ്ട്ര ഇതൊക്കെ നമ്മൾ പെർമിറ്റ് എടുത്ത് വെച്ചോട്ടെ. ഇനി സ്ഥലം കിട്ടണമെങ്കിൽ ഈ താക്കോല് വേണം. താക്കോലുണ്ടെങ്കിലാണ് ഈ ലോക്ക് തുറക്കാൻ പറ്റുള്ളൂ. കണ്ടോ ഇതൊക്കെ ഈ മാപ്പിൽ നീല കണ്ണൊക്കെ നമ്മൾ പെർമിറ്റ് എടുത്താട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ പേലോഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റ് കളറിൽ കാണുന്നതാണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ലോഡുകളുണ്ട്. ഈ ഡാർക്ക് കളറിൽ കാണുക വെച്ചാൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് 10 ലെവലായാലാണ് അത് അൺലോക്കാവുള്ളൂ. ഈ ലൈറ്റ് കാണുന്നതൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.